നമസ്കാരം. നമ്മളെ സുഹൃത്തുക്കൾക്കെല്ലാം വളരെ നന്ദി. ഇനിയും അടുത്തടുത്ത വീഡിയോകൾ കണ്ട് നിങ്ങളെ ഒരുപാട് ഈ ചികിത്സയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു വരുന്നത്. ഇതെന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ ഒറ്റമൂലി മരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയണമെന്ന് വെച്ചാൽ ഇത് കുറേ കാലത്തേക്ക് ഉണ്ടാവും. കാര്യം നമ്മൾ മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ഇത് നാട്ടുകാർക്ക് ഒരു ഗുണമുണ്ടാകണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളെ മുമ്പേ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ശരിക്കും ഞാൻ ഈ വൈദ്യം പഠിക്കാൻ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കുരുകുലം ഉള്ള സമയത്ത് പഠിച്ചതാണ് ഞാൻ. എനിക്ക് 18 വർഷമാണ് ഞാൻ ഒരു ആശാൻ്റെ അടുത്ത് ശിഷ്യനായി പഠിച്ചു വന്നത്. അതിൽ 16 കൊല്ലവും നമ്മൾ അവരുടെ ജോലിയിൽ മാത്രം ചെയ്യേണ്ടി വരും. അപ്പനാണ് ആശാൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഗുരു. എന്നാൽ പോലും നമ്മൾക്ക് ഉടനെ ഒന്നും പറഞ്ഞു തരില്ല. ഈ 16 വർഷവും അവരുടെ ജോലി ചെയ്യിപ്പിച്ച് നമ്മളെ എങ്ങനെയെങ്കിലും മടുപ്പിക്കും. നമ്മൾ ഈ തൊഴിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി, വാങ്ങാതിരിക്കാൻ വേണ്ടി അവർ നമ്മളെ പിന്നോട്ട് തരും. അതിനു വേണ്ടിയാണ് ഇവർ പല ജോലിയും, ചെയ്യാൻ പറ്റാത്ത ജോലികളൊക്കെ പറഞ്ഞു തരും. നമ്മളെ പല രീതിയിലും അവമാനിക്കും, വളരെ ഇതാവും. എന്തൊക്കെ അവർ നമ്മളുടെ പരീക്ഷിക്കാനുണ്ടോ അത്രയും പരീക്ഷിച്ച് നോക്കും. ഇതിലെല്ലാം പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമാണ് ലാസ്റ്റിൽ 2 വർഷമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 18 വർഷം മൊത്തം പഠിക്കുന്നു. ഇതിൻ്റെ അവരുടെ കയ്യിരിക്കുന്നത് നമുക്ക് എല്ലാ ഔഷധ ഗുണങ്ങളും അവർ സർവത്രയും നമുക്ക് തരും. പക്ഷേ അതിന് എന്താണ് ഈ 16 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം എങ്ങനെയുണ്ട്, നമ്മൾ മോശക്കാരനാണോ നല്ലവനാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ 16 ദിവസം നമ്മളെ പരീക്ഷിക്കുന്നത്. 16 വർഷമാണ്. 16 വർഷം നമ്മളെ പരീക്ഷിക്കുകയാണ് അവർ. പഠിക്കുന്നത് 2 വർഷമേ വേണ്ടി, പക്ഷെ പരീക്ഷിക്കുന്നതാണ് ഈ 16 വർഷം. അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ അവരുടെ ഈ 16 വർഷം കുറേ മന്ത്രങ്ങൾ തരും. അതൊക്കെ നമ്മൾ ചെയ്ത് ഈ പറഞ്ഞാൽ ഗുരുത്വം സ്വീകരിക്കണം. ആത്മീയമായ കാര്യങ്ങളാണ് ഈ 16 വർഷം നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ വൈദ്യം പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 16 വർഷം ആത്മീയ പഠിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഈ ഇത് അഹങ്കാരം മാറാനായിട്ടാണ്. നമുക്ക് ഈ മനുഷ്യനൊക്കെ അഹങ്കാരമാണ് പ്രധാനം. ഈ അഹങ്കാരം മനുഷ്യനെ കൊണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ തൊഴിൽ പഠിച്ചിട്ട് കാര്യമില്ല. തൊഴിൽ ദുരുപയോഗപ്പെടുത്തും. അനുമതിയും അഹങ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യനൊക്കെ ഈ വിദ്യയെ പഠിപ്പിച്ചാൽ പറ്റുള്ളൂ. അപ്പോൾ ഈ 16 വർഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ഗുരുക്കൾക്ക് ഇവ അനുമതിക്ക് പ്രവർത്തിക്കണമാണോ അഹങ്കാരിയാണോ എന്നുള്ള രണ്ടും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ തൊഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഈ രീതിയിൽ പഠിക്കുന്നത്. പഠിച്ചിട്ട് ഇന്നുള്ള മക്കളാരും നമുക്ക് ഈ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇതില്ല. അപ്പോൾ എൻ്റെ തൊഴിൽ ഇനി കൈമാറി പോകാൻ പറ്റത്തില്ല. കൈമാറി കൊടുക്കാനുള്ള ആരും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിന്ന് എൻ്റെ മക്കൾ പോലും പഠിക്കാൻ തയ്യാറല്ല ഈ തൊഴിലിൽ. ഇനി എൻ്റെ കാലത്തോടെ ഈ തൊഴിൽ നാശം വരും. കാര്യം ഇതോടെ നശിച്ചു പോകും. അങ്ങനെ പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓരോ ദിവസം ഒറ്റമൂലിയായിട്ട് നിങ്ങൾക്ക് ഞാൻ മുമ്പിൽ തരുന്നത്. ഇതിലും ഒരു കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റ് പറയും. കാര്യം എനിക്ക് ഈ പറഞ്ഞതിനൊക്കെ കൂടുതൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ശീലമുള്ളവരല്ല. അതുകൊണ്ട് പറയുന്നത് ഒരു പക്ഷേ റിപ്പീറ്റായി പോകും. 2 പ്രാവശ്യം പറഞ്ഞു പോകും. ഇതിൽ കൂടുതൽ നമ്മൾ എഡിറ്റ് ചെയ്യാതെയാണ് ഞാൻ എങ്ങനെ എടുക്കണം അത് കണക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ എഡിറ്റിങ്ങൊന്നും എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാറില്ല.
അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇത്ര പോലെ ക്ഷമയില്ലാത്തവർ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ട് ചുമ്മാ ചളയ്ക്കാത്ത കാര്യം പറയണം. ഞാനെന്താ ചെയ്യട്ട്? അത്ര പോലും ക്ഷമയില്ലാത്തവർക്ക് ഒരു തൊഴിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് മടിയായിപ്പോയി. അതിന് ശേഷം നമ്മൾക്ക് ഈ വീഡിയോ ചെയ്യാൻ പോലെ എനിക്കൊരു മടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മളൊക്കെ നല്ല എണ്ണത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് വീഡിയോ തന്നെ ചെയ്യുന്നത്. പക്ഷെ അത്ര ക്ഷമയില്ലാതെ അവർ ചുമ്മാ പിന്നെ ഒരു 2 കമൻറ്റിൽ എനിക്ക് പറഞ്ഞിരുന്നു, ചുമ്മാ ചളയ്ക്കാതെ അവർ കാര്യം പറയണം. വരടോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സീപ്പായിട്ട് എന്താ നമ്മൾ എന്തെങ്കിലും മോട്ടിച്ച് കണക്കാണ് അവർ ഇങ്ങനെയുള്ള കമാൻഡുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് പിന്നെ ഇത് കാര്യം മാത്രം ഈ നഗനനയാതെ നത്തെടുക്കാൻ വേണ്ടി നടക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ അഥവാ കിട്ടിയാലും നിങ്ങൾക്ക് ഇത് ഗുണപ്പെടില്ല. ഞങ്ങളൊക്കെ ഗുരുത്വത്തോടെയാണ് തരുന്നത്. ഈ അത്രയ്ക്കും ഗുരുത്വമുള്ളവർക്ക് മാത്രമേ ഇത് ഞാൻ പറയുന്ന ഈ ഒറ്റമൂലിയൊക്കെ പലിക്കുകയുള്ളൂ. അല്ലാത്തവർ ചെയ്തിട്ട് പലിക്കുകയൊന്നുമില്ല. ഈ ഇങ്ങനെയുള്ള ഈ സകല ക്ഷമ പോലില്ലാതെ പിന്നെ ഈ പറഞ്ഞ കണക്കിന് ആൾക്ക് കമാൻഡ് ഇടുന്നത് അവർ ഒരുമാതിരി സീപ്പായ കമാൻഡാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളിത് ചെയ്യാൻ പോകണമെന്നുള്ളൂ. ഇതിനുകൊണ്ട് എനിക്ക് ഒരു നേട്ടവും ഇല്ല. എനിക്ക് സമയം വേസ്റ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് എന്തൊരു പൈസ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പൈസയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാനങ്ങനെ പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്കങ്ങനെ പൈസ കിട്ടിയിട്ടുമില്ല. അതിനു വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ പറഞ്ഞ കണക്കിന് ഈ തൊഴിൽ ഇനിയുള്ള കാലത്ത് ഈ പിന്നെ ആർക്കും ഉപയോഗപ്പെടാതായി പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും ഇതിൽ പിന്നെ ഇത് വളരെ ക്ഷമയോടെ ഗുരുത്വത്തോടെ ചെയ്യുന്നവർ കേൾക്കുന്നവർക്ക് ഒരു ഉപയോഗം എന്നിട്ട് ഒരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇതിൽ തന്നെ വളരെ മോശമായ കമാൻഡുകളാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് എൻ്റെ മനസ്സങ്ങ് വെറുത്തു പോകും. കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമുക്കിത് വീഡിയോ ചെയ്യാനേ മനസ്സില്ലാതെ വന്നു പോകും. കാരണം ഇങ്ങനെയുള്ള കമാൻഡുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ്. കാര്യം ഞങ്ങൾ നിങ്ങളിലിരുന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ കാണുന്നവരിലിരുന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നന്മയുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ മരുന്നുകളെല്ലാം ഞാൻ ഉണ്ടാക്കി തരാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരത്തും പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിന് വേണ്ടി ഈ മരുന്നുകളെ കുറിച്ച് പറയുന്നതല്ല. എനിക്ക് ചികിത്സയുണ്ട്. ആ ചികിത്സയെക്കുറിച്ച് ഞാൻ പറയുന്നത് അത് എൻ്റെ ആവശ്യത്തിനാണ്. അത് ചികിത്സിക്കാൻ വരുന്നവർക്ക് അവർക്ക് ആ ഗുണം കിട്ടും. എനിക്ക് മാത്രമല്ല, ഞാൻ ജോലി ചെയ്ത പൈസ മാത്രമേ വാങ്ങുള്ളൂ. അതിൻ്റെ ഗുണം അവർക്കാണ് വരുന്നത്. അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് ഞാൻ ചികിത്സിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ. പക്ഷേ എന്നിട്ട് ഈ ഒറ്റമൂലി മരുന്നിന് വേണ്ടി ഞാൻ ആരടുത്തും പിന്നെ ഈ മരുന്ന് വിൽക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുന്നത്, ഞാൻ മരിച്ചു പോയാൽ ഇതെല്ലാം മണ്ണടഞ്ഞു പോകും. അതുകൊണ്ട് മറ്റുള്ളവർ കുറച്ച് ക്ഷമയുള്ളവരെങ്കിലും കണ്ട്, കാര്യം അവർ കുറച്ചെങ്കിലും ഗുരുത്വം വേണം. ഇത് കണ്ട് നിങ്ങൾ ഗുരുത്വത്തോടെ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറയുന്ന മരുന്ന് നിങ്ങൾ ചെയ്ത പലിക്കുള്ളൂ. ഇതൊക്കെ പച്ചള മരുന്നാണ്, സത്യമുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ സത്യമുള്ള മരുന്നുകളാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് മറ്റുള്ള കടയിൽ നിന്ന് വാങ്ങുമ്പോഴെയല്ലോ അല്ലെങ്കിൽ ബുക്കിൽ ഇരുന്ന് പഠിച്ച് ചെയ്യും പോലെയൊന്നല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ മാത്രമുള്ള ഒരു കൂട്ടുമരുന്നുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൽ ഒറ്റമൂലിയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ കിട്ടും. കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരുപാട് മരുന്നുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം നമുക്ക് തരാനും പറ്റില്ല. ഇത് ഒറ്റമൂലിയാകുമ്പോൾ നിങ്ങളെ നിസ്സാരം അത്യാവശ്യം ചെയ്യാനും കഴിയും. അതുകൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവേത് അത്ര പോലും ക്ഷമയില്ലാതെ ഈ അലുക്ക കമാൻഡുകൾ വെച്ചിട്ട് പോടാന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഒരു കമാൻഡ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിപ്പോയി. ദയവേത് അങ്ങനെയൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ലേ ഇത് കാണാൻ പറ്റും. അല്ലാതെ ചുമ്മാ നിങ്ങൾ ഈ പറഞ്ഞാൽ ഞാൻ സമയം വേസ്റ്റാക്കുന്ന അത്രയ്ക്ക് നിങ്ങൾ സമയം കേൾക്കണോ? കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഉടനെ പറഞ്ഞു തരാൻ കൊണ്ട് പറ്റില്ല.
ഇതിൽ തന്നെ ഞാൻ പറയുന്നത് തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല എന്നവർക്ക് വീണ്ടും കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് സമയം താമസിക്കും. ഒരു 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 വീഡിയോ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ 20 മിനിറ്റെങ്കിലും നമ്മളത് എടുക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇത് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊരു കാര്യം പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഓരോ വീഡിയോയിലും കണ്ടുള്ളതിന് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം ക്ഷമയോടെ കാണുന്നവർക്ക് അതിൻ്റെ ഗുണമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഞാൻ നിങ്ങളെ വെച്ച് പണം ഉണ്ടാക്കണമെന്നല്ല. നിങ്ങളുടെ അടുത്ത് ഈ ഒറ്റമൂലി മരുന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ മരുന്ന് ചോദിച്ചാൽ ഞാൻ തരയില്ല. കാര്യം അത് ഞാൻ ചെയ്തു തരുന്നതല്ല, ഇത് ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് തന്നെ നന്മയുണ്ടാവും. ഒരു ഭൂമിയിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അത് നമുക്ക് വൃക്ഷമായി അത് നമുക്ക് ഒരു ഫലം തരും. അത് കണക്കാണ്. നമ്മൾ എന്തെങ്കിലും നന്മ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞു തരണുള്ളൂ. ഈ നന്മ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് കണക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തൊക്കെ ഒറ്റമൂലി മരുന്ന് തരണം, ആ ഒറ്റമൂലി മരുന്നിന് ഫലവും ഉണ്ടാവും, നല്ല രീതിയിൽ ഗുണവും ഉണ്ടാവും നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ പ്രത്യേകത. അങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഈ മുടി എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ മുടി പൊളിച്ചലുണ്ട്, നല്ല മുടി പൊളിച്ചലുണ്ട്. ഇത്തിരി കറുത്ത് വളരാനും മുടി പൊളിച്ചൽ മാറാനും ഒരു ഒറ്റമൂലി പറഞ്ഞു തരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം. പക്ഷേ ഈ ഒറ്റമൂലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് നേരിട്ട് പച്ച കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഉണങ്ങിയത് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാനേ പറ്റൂ. ഈ ഒറ്റമൂലി ഈ മരുന്നെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റായിട്ട് കാര്യം ഉൾവനത്തുകളിലേക്ക് ഇത് ഉണ്ടാകുന്നത്, അല്ലാതെ ഇത് വലിയ ഒരു വനപ്രദേശം പോലെ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ് ഈ പച്ചല. ഈ പച്ചലയുടെ പേരെന്ന് പറയുന്നത് നിലാവര എന്നാണ് പറയുന്നത്. നിലാവര ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ഇതിൻ്റെ പേര്. നമ്മൾ പറഞ്ഞു തരുന്ന പേര് നിലാവരയാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നിങ്ങൾ അങ്ങാടിക്കടയിൽ നിലാവര വേണമെന്ന് പറഞ്ഞാൽ മതി, അവർ ഉണക്കിയത് തരും. ഉണങ്ങി വരുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ പാലക്കാട് ആ ഭാഗത്തൊക്കെ കിട്ടും, ഈ പച്ചയ്ക്ക് തന്നെ കിട്ടും. പാലക്കാടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം. കാര്യം പാലക്കാട് വയനാട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ നിലാവര എന്ന് പറയുന്നത് ഈ നിലത്തോടെ പടർന്ന് കിടക്കും. എന്ന് പറഞ്ഞാൽ തറയോടെ പടർന്ന് കിടക്കുകയാണ് ഈ നിലാവര എന്ന് പറയുന്നത്. ആവരയുടെ ഇല, ഈ ആവരമ്പൂവിൻ്റെ ആവരയുടെ പൂവ് കണക്കത് പൂക്കുകയും ചെയ്യും. പിന്നെ ആവരയുടെ ഇല സാധാരണ ആവരം ചെടിയുടെ ഇല കണക്ക് തന്നെയാണ് ഇതിന് ഇരിക്കുന്നത്. പക്ഷേ ഇത് നിലത്തോടെ പടർന്ന് കിടക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് അങ്ങാടിക്കടയിൽ നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. അത് അങ്ങാടിക്കടയിൽ നിന്ന് നിങ്ങൾ ചോദിച്ചാൽ അതല്ല എങ്കിൽ അങ്ങാടിക്കടയിൽ ആ സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചക്കകത്ത് തരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ വരുത്തി തരെങ്കിലും ചെയ്യും. നിലാവരയാണ്. നിലാവരയിൽ പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് പാലക്കാട് വയനാട് ആ ഭാഗത്തൊക്കെ കിട്ടും. കാര്യം നിരന്ന പ്ലേസാണ്. അവരുടെ ഈ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സ്ഥലങ്ങളിൽ കിട്ടും. അല്ലാതെ നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയോ അങ്ങനെയുള്ള പിന്നെ കോട്ടയം ഇങ്ങനെയുള്ള ജില്ലക്കാർക്കൊന്നും കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള നമ്മളെ ഭൂപ്രദേശം ഇങ്ങനെയുള്ള ഈ നിരന്ന ഭൂമിയല്ല. നമുക്ക് ഈ നിലാവര പൊടിക്കില്ല, നമ്മളെ ഭാഗത്ത് നിലാവര പൊടിക്കില്ല. ഇതൊക്കെ നമ്മൾ ഉൾവനത്തിലും പിന്നെ നിരന്ന പ്ലേസിലുമാണ്. ഈ മരുന്നൊക്കെ ഞാൻ എടുക്കുന്നതിന് വയനാട്ട് പോയാലേ കിട്ടുള്ളൂ. വയനാട്ട് ഇഷ്ടം പോലെ ഉണ്ട് നിലാവര എന്ന് പറഞ്ഞാൽ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇല്ല. ഈ ഭാഗത്തൊക്കെയൊന്നും ഈ നിലാവര നമുക്ക് ഇല്ല. അപ്പോൾ ഇതിൻ്റെ പേര് നിലാവരയാണ്. ഇത് നമ്മൾ കടയിൽ പോയെങ്കിൽ കടയിൽ വാങ്ങിക്കണം. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്തായാലും നമ്മൾ പിന്നെ ഇത് എടുക്കുന്നത് എണ്ണയ്ക്കായാലും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കൊണ്ട് ഇത് പിന്നെ കഴുകി വൃത്തിയാക്കി വീണ്ടും ഉണക്കിയെടുക്കുക. അതിപ്പോൾ നല്ലത് നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ പച്ചല ഉണക്കിയെടുത്താൽ മതി.
അത് അങ്ങാടി കടയിൽ വാങ്ങുന്ന സാധനമായിരുന്നാലും ഒന്ന് വെള്ളം വെച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകി ഉണക്കി എടുത്തതിന് ശേഷമേ അത് യൂസ് ചെയ്യാവൂ. ഇത് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 100 ഗ്രാം വാങ്ങിക്കുക. 100 ഗ്രാമേ വേണ്ടി. വേണമെങ്കിൽ ഒരു 200 ഗ്രാം വാങ്ങിക്കാം. 200 ഗ്രാം വാങ്ങിച്ചാലൊന്നും കുഴപ്പമില്ല. ഈ കിട്ടാത്ത നമ്മൾ വറുത്തുന്ന സാധനമാണെങ്കിൽ 1/2 കിലോ വരുത്തിക്കോളണം. കാര്യം നമുക്ക് അങ്ങാടി കടയിലില്ല. അവർ പിന്നെ വേറെ പറഞ്ഞ് വരുത്തിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 1/2 കിലോ ആയിട്ട് അവർ വരുത്തി തരുള്ളൂ. 1/2 കിലോ എങ്കിലും വാങ്ങിച്ചാലേ നിങ്ങൾക്ക് മുതലാകുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ പിറകെ നടക്കും. പിന്നെ അങ്ങാടി കിട്ടുന്ന കടയിലിരുന്ന് നമ്മൾ 100 ഗ്രാം വാങ്ങിച്ചാൽ മതി. സാധാരണ നമ്മൾ പോയി ചോദിച്ചാൽ കിട്ടുന്ന കടയിൽ നിന്ന് 100 ഗ്രാം വാങ്ങിച്ചാൽ മതി. 100 ഗ്രാം വാങ്ങിക്കുക, കൊണ്ടുവരിക, പിന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കണം, പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. പൊടിച്ചെടുത്ത് വെച്ചിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 ലിറ്റർ വെള്ളം, 100 ഗ്രാം പൊടി, 100 ഗ്രാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ കഴുകി ഉണക്കണം. നല്ല ഉണക്കി വെച്ചതിന് ശേഷം ഇതിരുന്ന് നല്ല ഉണക്കിയെടുത്തതിന് ശേഷം ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ മിക്സിയിൽ ഉരലിട്ട് ഇടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും അമ്മിയോ ഉരലോ ഉള്ളവർ അതിനെ പൊടിച്ചെടുക്കാൻ പറ്റും. ഉരലിട്ട് ഇടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, മിക്സിയിൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് പൊടിയേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. കാര്യം കഷായം വയ്ക്കാനാണ് പോകുന്നത്. കഷായം കണക്ക് വയ്ക്കണം, വേവിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സാധനം നിങ്ങൾ അങ്ങാടിക്കടയിൽ പോയി വാങ്ങിക്കുക. അങ്ങാടിക്കടയിൽ വാങ്ങിച്ച് നല്ല രീതിയിൽ അങ്ങാടിക്കടയിൽ കിട്ടും. 100 ഗ്രാം ചോദിച്ചാൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ നിങ്ങൾ പോകുമ്പോൾ ചോദിക്കുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ 100 ഗ്രാം വാങ്ങിച്ചാൽ മതി. അതല്ല നമുക്ക് ഇനി വരുത്തിയാലേ ഉള്ളെന്ന് അങ്ങാടിക്കടക്കാർ പറയുകയാണെങ്കിൽ വരുത്തി വാങ്ങിക്കുക. അപ്പോൾ 1/2 കിലോ വാങ്ങിച്ചു പോകും. കാര്യം എണ്ണ നമുക്ക് വരുത്താൻ പറ്റില്ലല്ലോ. 1/2 കിലോ വാങ്ങിച്ചു പോകും. എന്നിട്ടാണ് 1/2 കിലോ വാങ്ങിച്ചെങ്കിൽ ഈ 100 ഗ്രാമേ എടുക്കേണ്ടി. 100 ഗ്രാം പിന്നെ എടുത്ത് കഴുകി ഉണക്കി അതിനെ പൊടിച്ചെടുത്ത് ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ മൺകലം ഉണ്ടെങ്കിൽ മൺകലത്തിൽ വയ്ക്കാം. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രം. ഇത് രണ്ടാണ് അതിൻ്റെ പാത്രത്തിൻ്റെ. അല്ലെങ്കിൽ പിച്ചള പാത്രം ഇവിടെ ആർക്കും ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് പിച്ചള പാത്രങ്ങളെല്ലാം വീടുകളിലും ഇല്ല. അവരെ വീട്ടിലെ കൂടിപ്പോയാൽ പിന്നെ മൺകലം വാങ്ങിക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രമായിരിക്കും. അലുമിനിയ പാത്രത്തിൽ ഇത് ഉപയോഗിക്കരുത്. അലുമിനിയ പാത്രത്തിൽ മാത്രം ഏതൊരു മരുന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് മൺകലമോ അല്ലെങ്കിൽ പിന്നെ പിച്ചള പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം, ഇങ്ങനെ 3 ഐറ്റത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് വേവിക്കണം. ഇത് കൊണ്ടുവന്നിട്ട് ഈ ചതച്ച പൊടി 100 ഗ്രാം ചതച്ച പൊടിയെ എടുത്ത് 3 ലിറ്റർ വെള്ളം വയ്ക്കണം. 3 ലിറ്റർ വെള്ളം വെച്ച് മൺകലമാണെങ്കിൽ 4 ലിറ്റർ വയ്ക്കണം. മൺകലത്തിൽ 1 ലിറ്റർ കൂടുതൽ വയ്ക്കണം. മൺകലത്തിലാണ് നിങ്ങൾ വയ്ക്കണമെങ്കിൽ കഷായം വയ്ക്കണമെങ്കിൽ 4 ലിറ്റർ വെള്ളം വയ്ക്കണം. അത് കണക്കാക്കി വാങ്ങിക്കണം. കലം ഇത്തിരി വലിപ്പം അനുസരിച്ച് ഒരു 6-7 ലിറ്റർ പിടിക്കുന്ന ഒരു കലം വാങ്ങിച്ചാലേ ഈ 4 ലിറ്റർ നമുക്ക് ഒഴിക്കണം. 4 ലിറ്റർ വെള്ളം. മൺകലത്തിലാണെങ്കിൽ 4 ലിറ്റർ, സ്റ്റീലിലാണെങ്കിൽ 3 ലിറ്റർ. കാരണം എന്ന് വെച്ചാൽ മൺകലം കുറേ ഈ കലം പിടിക്കും. അതുകൊണ്ടാണ് 1 ലിറ്റർ കൂടുതൽ എടുക്കുന്നത്. അതേ സമയത്ത് സ്റ്റീൽ കലം പിടിക്കില്ല, ആവിയായിട്ട് പോകുകയുള്ളൂ. അതുകൊണ്ട് 3 ലിറ്റർ എടുത്താൽ മതി. സ്റ്റീൽ കലമാണെങ്കിൽ 3 ലിറ്റർ, മൺകലമാണെങ്കിൽ 4 ലിറ്റർ വെള്ളം. കറക്റ്റാണ് നമ്മൾ പറയുന്നത്. കുറച്ച് വ്യക്തമായിട്ട് കേട്ടുകൊള്ളുക. പിന്നെ നമ്മൾ ഇതിൽ പിന്നെ പറയുന്നത് മനസ്സിലായില്ലേന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. കാരണം ഇത് പിന്നെ നിങ്ങൾ അവസാനം എൻ്റെ അടുത്ത് പറയുന്നത് മനസ്സിലായില്ലേ എന്നാണ് പറയുന്നത്. എനിക്ക് ഈ പറഞ്ഞതിനൊക്കെ ഇങ്ങനെയുള്ള ഒരു ശീലമുള്ളത് കൂടുതൽ നമ്മൾ സംസാരിച്ച ശീലമില്ല. അതുകൊണ്ടാണ് വേറെ ഈ വീഡിയോ ഒന്നും നമ്മൾ എടുത്ത് ശീലമില്ലല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൺകലമാണെങ്കിൽ 4 ലിറ്ററും സ്റ്റീൽ കലമാണെങ്കിൽ 3 ലിറ്ററും എടുക്കുക. അപ്പോൾ മൺകലമാണ് എടുക്കണമെങ്കിൽ 4 ലിറ്റർ വെള്ളം വയ്ക്കുക. ഈ 100 ഗ്രാം പൊടി നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന 100 ഗ്രാം പൊടി അതിൻ്റെ അകത്ത് ഇടുക. ചതച്ച് പൊടിച്ചിട്ടാണ് ഇടുക. അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പച്ചല അവർ പിന്നെ ചെടിയോടെ തരുള്ളൂ. അത് കൊണ്ടുവന്ന് നമ്മൾ കഴുകി ഉണക്കി വീണ്ടും പൊടിച്ച്
നമ്മൾ ഈ കഷായത്തിലിടണം. 4 ലിറ്റർ വെള്ളം ഒഴിക്കണം. മൺകലമാണെങ്കിൽ. സ്റ്റീൽ കലമാണെങ്കിൽ 3 ലിറ്റർ വെച്ചാൽ മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മൺകലമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നിങ്ങൾക്ക് പണ്ടുള്ള ആൾക്കാർ ഈ മൺകലത്തിൽ ഈ ആയുർവേദം ഒരു നേച്ചുറലായ ആയുർവേദമാണ്. ഇതൊക്കെ ഒറ്റമൂലി എന്ന് പറയുന്നത് നാച്ചുറൽ ആയുർവേദമാണ്. സാധാരണ കെമിക്കൽ ചേർന്നതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മൺകലത്തിൽ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് മൺകലത്തിനെ കുറിച്ച് നാം പറയുന്നത്, മൺകലത്തിന് 4 ലിറ്റർ വെള്ളം വയ്ക്കണം. ആകെ നമുക്ക് വേണ്ടത് 1 ലിറ്റർ ആയിട്ട് വറ്റണം. 4 ലിറ്റർ വെള്ളം വെച്ച് ഈ 100 ഗ്രാം പൊടി അതിൻ്റെ അകത്തിട്ട് നല്ലോണം അടുപ്പിൽ വെച്ച് വേവിക്കണം. അടുപ്പിൽ അത് കുഴപ്പമില്ല. നമുക്ക് ഗ്യാസിൽ വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഗ്യാസിൽ അടുപ്പിൽ അതുപോലെ വയ്ക്കാം, കുഴപ്പമില്ല. അടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇത് നല്ല തിളച്ച് തിളച്ച് വന്ന് ഈ 4 ലിറ്ററും 1 ലിറ്ററായിട്ട് മാറണം. 1 ലിറ്റർ വെള്ളം നമുക്ക് പാടി 1 ലിറ്ററായി വറ്റിച്ച് അരച്ചെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കണം. മറ്റേ തുണിയാണ് നല്ലത്. തോരത്തുണ്ടെങ്കിൽ തോരത്ത് എടുത്ത് ഒരു പാത്രത്തിൽ കെട്ടുക, അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഈ കഷായക്കളം എടുത്ത് ഒളിച്ചാൽ മതി. കഷായക്കലത്തെടുത്ത് ഒളിക്കുമ്പോൾ ഈ നല്ലവണ്ണം അരച്ച് കിട്ടും. അതിന് അവസാനം തുണിയിലെടുത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മളിങ്ങനെ തുണിയെടുത്ത് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ കൊത്തെല്ലാം ഈ തുണിയിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊത്തെല്ലാം തുണിയിലാവും. അതിൻ്റെ നീര് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ 1 ലിറ്റർ മതി. 1 ലിറ്റർ എടുത്തിട്ടും ഇത് നമുക്ക് 15 ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. 10 ദിവസത്തേക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു ദിവസം 100 ഗ്രാം ഉപയോഗിച്ചാൽ മതി. 100 ഗ്രാം എന്ന് പറയുന്നത് 100 ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. 100 ഗ്രാം നമ്മൾ എണ്ണയൊക്കെ വാങ്ങിച്ചാൽ എത്രയുണ്ടെന്നുള്ളത് ഒരു ചെറിയ കുപ്പി അത്രയാണ്. 100 ഗ്രാം കുപ്പി. അത് കണക്ക് ഒരു അളവിന് ഒരു കുപ്പി എടുത്ത് കൊള്ളുക. ഇത് ഒരു കുപ്പി ദിവസം എടുത്ത് 100 ഗ്രാം വീതം എടുത്ത് ഈ പറഞ്ഞ കണക്ക് നല്ല മസാജ് ചെയ്യണം. തലയിൽ ഒളിച്ച് ഈ കഷായത്തെ എടുത്ത് തലയിൽ എണ്ണ ഒളിക്കും പോലെ ഒളിക്കുക. ഇങ്ങനെ എടുത്ത് ഒളിച്ച് നല്ല ഈ 100 ഗ്രാം എടുത്ത് നമുക്ക് നല്ലവണ്ണം എല്ലാ ഭാഗവും നല്ല മസാജ് ചെയ്യണം. നല്ല ഒളിച്ച് ഇങ്ങനെ കുറേശ്ശെ ഒളിച്ചാൽ മതി. ഒരേ കണക്ക് ഒളിച്ച് എല്ലാം കൂടെ തറയിൽ പോയിട്ട് കാര്യമില്ല. കുറച്ച് മസാജ് ചെയ്യണം. കുറച്ച് അത് പിടിച്ചതിന് ശേഷം വീണ്ടും ഒളിക്കണം. ഇങ്ങനെ ഒളിച്ച് ഒരു 100 ഗ്രാം മതി. നല്ല രീതിയിൽ മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക. കുളിക്കുന്നതിന് 1 മണിക്കൂറിന് മുന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ കഷായം 1 ലിറ്റർ എടുത്ത് കഴിഞ്ഞാൽ അത് കൊണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കണം. വെളിയിൽ വെച്ച് കളയാതെ പുളിച്ച് പോകും. ഒരുമാതിരി സ്മെല്ല് വന്നിട്ട്. അതുകൊണ്ട് അത് ഒറിജിനലല്ലേ. ഇത് പുറത്തിരിക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചാലേ ഇരിക്കുള്ളൂ. അതല്ലെങ്കിൽ ചൂടാക്കി എടുക്കണം. നിങ്ങൾ പാടാണ് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജില്ലെങ്കിൽ വേറെ അയലൊക്കെ ഫ്രിഡ്ജില്ലെങ്കിൽ വെച്ച് വയ്ക്കുക. കാര്യം ഫ്രിഡ്ജിൽ വയ്ക്കാതെ ഇരിക്കുന്നത് ഇത് ചീത്തയായി പോകും. പിന്നെ നിങ്ങൾക്ക് എണ്ണ അല്ലെങ്കിൽ അന്നെണ്ണം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അത് പാടാണ്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിലിരുന്ന് 100 ഗ്രാം എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ അത്രയും തണുപ്പ് മാറ്റിയിട്ട് ഈ നമ്മൾ ഒരു ദിവസം എടുക്കുന്നത് 100 ഗ്രാം മരുന്ന് എടുത്ത് ഇത്തിരി തണുപ്പ് മാറാൻ വേണ്ടി വെളിയിൽ വെച്ചേക്കുക. തണുപ്പ് മാറിയതിന് ശേഷമേ തലയിൽ തേക്കാവൂ. അല്ലാതെ നല്ല തണുത്തിരിക്കുന്നതോടെ എടുത്ത് തലയിൽ തേച്ച് കളയരുത്. അത് ബുദ്ധിമുട്ടാണ്. ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമെങ്കിൽ ഈ തണുപ്പ് മാറാനായിട്ട് കുറച്ച് മാറ്റി വെച്ചേക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ചൂടോറ് നഫ്ഷിയല്ല കേട്ടോ. അങ്ങനെ ചെയ്യുക. ഇത് ദിവസം 100 ഗ്രാം വരെ എടുക്കുക. നല്ല മസാജ് ചെയ്യുക. നിങ്ങൾ ഈ 100 ഗ്രാം കഷായം ഇതിൽ ഈ 10 ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഈ മരുന്നുകളൊന്നും വെളിയിൽ ഓർത്താനും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഈ കൂട്ടുമരുന്നുകൾ. നമ്മൾ ഇത് ചെയ്യേണ്ടതാണ്. ഞാൻ പിന്നെ അത് മരുന്നായിട്ട് ആർക്കും ചെയ്തു കൊടുക്കാൻ നമുക്ക് സമയമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഞാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നമുക്കൊരു സേവനമായിട്ട് ചെയ്യുമല്ലാതെ ഇതൊരു ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാത്തത്. ഇത് രണ്ടാമത് ഇത്തരം ഇതിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മാത്രമേ. ഇതെല്ലാം പൊടിയിൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പൊടിയാക്കി വാങ്ങിക്കുകയും ചെയ്യരുത്. പൊടി അത് പിന്നെ ഈ നിലാവരയുടെ നമ്മൾ പോയി കടയിൽ ചോദിക്കുമ്പോൾ തന്നെ അങ്ങാടി കടയിൽ ചോദിച്ചാൽ അവർ പൊടിയായിട്ടേ ഉള്ളൂ, ചെടിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണക്ക ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങണ്ട. പൊടി വാങ്ങരുത്. കാര്യം പൊടിയിൽ പിന്നെ ഒരുപാട് മായങ്ങളുണ്ടാവും. അത് നമുക്ക് ഇത് പിന്നെ ഈ തലയ്ക്ക് അലർജിയൊക്കെ ഉണ്ടാകും. വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ പൊടിക്കും. സാധാരണ ഈ പൊടിക്കുന്ന മെഷീനിൽ തന്നെ ഒരു
മിഷീനിൽ വെച്ചല്ലേ പൊടിക്കുന്നത്, വേറെ ഒരു മരുന്ന് പൊടിച്ചിട്ടായിരിക്കും ഇതെടുത്തപ്പോൾ പൊടിക്കുന്നത്. അപ്പോൾ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായി പോകും. പൊടിയായിട്ട് ഒരു സാധനം വാങ്ങരുത്. കാര്യം അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മരുന്ന് അവർക്ക് ഈ മരുന്ന് പൊടിച്ചിട്ട് ആ മെഷീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമല്ല അടുത്ത മരുന്നിട്ട് പൊടിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞാണെങ്കിൽ എല്ലാം കൂടെ ഇട്ട് ഈ പൊടിച്ചുകൊണ്ടിരിക്കും. മരുന്നുകളാണ്. ഇപ്പോൾ മുളക് പൊടിക്കും കണക്കല്ല. മുളകോ മല്ലിപ്പൊടി പൊടിക്കുന്ന അവരെല്ലാം പിന്നെ ഒരു മെഷീനിൽ അത് മാത്രമേ പൊടിക്കുള്ളൂ. അത് പിന്നെ വിഷയമല്ല, എല്ലാം ഒരു സാധനമാണ്. പക്ഷേ ഇത് മരുന്നുകൾ വേറെ വേറെ മരുന്നുകൾ പൊടിക്കും. അപ്പോൾ ഒരു കടയിലിരുന്ന് പൊടിയായിട്ട് നിങ്ങൾ ഒന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പച്ചലയായിട്ടോ അങ്ങാടിയായിട്ടോ വാങ്ങിക്കുക. അങ്ങാടിയായിട്ട് വാങ്ങുന്നത് അങ്ങാടിയായിട്ട് കിട്ടണമെങ്കിൽ അങ്ങാടിയായിട്ട് മാത്രമേ വാങ്ങുവാകൂ. പിന്നെ ഈ പൊടിച്ച് വാങ്ങരുത്. പൊടിച്ച് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ദോഷം ഉണ്ടാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മരുന്നുകൾ പൊടിച്ച ഇതിലായിരിക്കും ഇതും പൊടിക്കുന്നത്. പിന്നെ രണ്ടാമത് അതിൽ തന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വളരെ ദോഷമാണ്. അത് അറിഞ്ഞുകൂടാതെ നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ ദോഷം ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പൊടിയായിട്ട് വാങ്ങരുത്. പ്രസ് അതായത് ഈ പിന്നെ അങ്ങാടിയായിട്ടേ തന്നെ വാങ്ങിച്ചാൽ മതി. അങ്ങാടിയായിട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ വാങ്ങിക്കാവൂ. പൊടിയായിട്ട് വാങ്ങരുത്. അങ്ങാടിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പാകപ്പെടുത്തി എടുക്കുക. അതാണ് മരുന്നിന് പ്രത്യേകത. നിങ്ങൾ നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അതിൻ്റെ ഗുണവും അതിൻ്റെ പിന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അത്ര ഗുണമുള്ള മരുന്നാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോവുക. പിന്നെ കഷായം വെച്ചിട്ട് ഈ കഷായം ദിവസവും 100 ഗ്രാം ഇത് തേച്ച് എടുത്ത് നല്ല മുടിയിൽ പിടിപ്പിച്ചാൽ മാത്രം മതി. മുടി നിങ്ങൾക്ക് വളരുകയും ചെയ്യും. മുടി പൊളിച്ചിൽ നിൽക്കും. ഈ 10 ദിവസം ഈ ഒരു കുപ്പി തേക്കുമ്പോൾ തന്നെ നല്ല മുടി പൊളിച്ചിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ നിങ്ങൾ വീണ്ടും വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നല്ല ഈ റിസൾട്ട് കണ്ടിട്ട് അടുത്തത് ഉപയോഗിച്ചാൽ മതി. അത്ര പിന്നെ റിസൾട്ടുള്ള മരുന്നിനെ ഞാൻ പറയൂല. അല്ലാതെ ഈ നമുക്ക് ഈ ആളുകളെ പറ്റിച്ച് പൈസ വാങ്ങിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞത് കണക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കൊള്ളുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ടേ ഉപയോഗമുള്ളൂ. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചു നമ്മൾ വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലോ പൊടിയാ പോലും വാങ്ങിക്കാൻ പാടില്ല. ഈ പറയുന്ന മരുന്ന് പൊടിയായിട്ട് പോലും വാങ്ങരുത്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. നിലാവരയും പറയും. നിലാവര അത് പാലക്കാട് വയനാട് ഭാഗത്തവരുള്ളവരാണെങ്കിൽ ആളുകളെടുത്ത് പല ആൾക്കാരെടുത്ത് ചോദിച്ചാൽ മതി. അവർ തന്നെ കൊണ്ടുതരും. പച്ച കൊണ്ടുതരും. പച്ച കുറേ കൂടെ നല്ല ഇതാണ്, നല്ലതാണ്. പച്ച കിട്ടുമെങ്കിൽ പച്ച കിട്ടിയില്ലെങ്കിൽ ഉണക്ക എടുക്കുക. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഉണക്കെടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് നിലാവരയാണ് അതിൻ്റെ മരുന്ന്. ഇത് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ പാകം ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പാകം ചെയ്യുന്നത് കൃത്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് ദോഷം ഉണ്ടായിക്കളയും. പാകം ചെയ്യുന്നതാണ് പ്രധാനം. മൺകലത്തിൽ 4 ലിറ്റർ വെള്ളം വയ്ക്കുക. 100 ഗ്രാം പൊടിയിടുക. 100 ഗ്രാം വാങ്ങിച്ചുകൊണ്ടുവന്നാൽ അത് 100 ഗ്രാം പൊടി നമുക്ക് ഇതിൻ്റെ അകത്തിടാം. 4 ലിറ്റർ വെള്ളം, മൺകലത്തിൽ 4 ലിറ്റർ വെള്ളം വയ്ക്കുക. അത് 1 ലിറ്ററായിട്ട് വറ്റിച്ചിട്ട് അത് കുപ്പിയിലാക്കി വടിയേറ്റി അതെന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ അരച്ചെടുക്കണം. ഈ വെന്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ 1 ലിറ്റർ നമുക്ക് മതി. അത്രയ്ക്ക് വറ്റിക്കുക. അപ്പോൾ 1 ലിറ്റർ ആക്കിയിട്ട് ഇതിനെ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. വെളിയിൽ വെച്ചേക്കരുത്. വെളിയിൽ വെച്ചാൽ ചീത്തയായി പോകും. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി പോകും. അതുകൊണ്ട് 10 ദിവസത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായല്ലോ. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കണക്ക് ഇനി ദയവ് ചെയ്ത് ഇത് ഡൗട്ട് ചോദിക്കണമെങ്കിൽ വൈകുന്നേരം എങ്ങാനും എന്നെ വിളിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ശേഷം, വൈകുന്നേരം 8 മണിക്ക് ശേഷം വിളിച്ചാൽ ഞാനിത് ഫ്രീ ആവുള്ളൂ. അല്ലാതെ ഇത്തിരി തിരക്കുള്ള ആളാണ്. ഇതിൽ ഡൗട്ട് വേറെ ഒന്നുമില്ല. ഇത്രയും തന്നെ. അതിൽ നിങ്ങൾ വിളിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞു തരാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ മരുന്ന് ഞാൻ എടുത്ത് തരാനായിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ആവശ്യപ്പെടരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ ഈ പറഞ്ഞ കണക്കിന് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. ഞാൻ ബിസിനസ്സുകാരനല്ല. നമുക്കൊരു സന്ദേശം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന തൊഴിലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ ബാക്കിയുള്ള എല്ലാം കൂടെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ മരുന്നുകൾ ഞങ്ങൾ ഇങ്ങനെ നന്മയ്ക്ക് വേണ്ടി തരണതാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് തരുന്നത്. എന്നിട്ട് നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് ഇതിൻ്റെ ഗുണം ഗുണം നിങ്ങൾക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനി നിർത്താൻ പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട
ഇതിനൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് ഈ വീഡിയോ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ പിന്നെ വരിക്കാറായിക്കൊള്ളുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മതി, അതിന് വരിക്കാറാകുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരം. ഓക്കെ, ശരി. എന്നാൽ നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. നന്ദി, നമസ്കാരം.